Dear learners, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ BA ഹിന്ദിയിലെ ഹിന്ദി സാഹിത്യക ഇതിഹാസ് എന്ന ഗ്രന്ഥത്തിലെ ആദ്യ ബ്ലോക്കിലെ രണ്ടാമത്തെ ലെസണാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ലെസണിന്റെ പേര് എന്ന് പറഞ്ഞാൽ ആദ്യകാലത്തിലെ സാമാജിക രാജനീതിക് സാംസ്കൃതിക് പഹലു. ഇങ്ങനെ പറഞ്ഞാൽ ആദ്യകാലത്തിലെ സാമൂഹികവും രാഷ്ട്രീയവും അതുപോലെ സാംസ്കാരികവുമായ മേഖലയിലെ വശങ്ങളെ കുറിച്ചുള്ള ഡിസ്കഷനാണ് നമ്മൾ ആദ്യകാലത്തിലെ ആ കാലഘട്ടത്തിലെ സാമൂഹികമായ കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു, രാഷ്ട്രീയ വശങ്ങൾ എന്തെല്ലാമായിരുന്നു, സാംസ്കാരികമായ വശങ്ങൾ എന്തെല്ലാമായിരുന്നു, ഇതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദി സാഹിത്യ के इतिहास के प्रमुख परिस्थिति का परिचय प्राप्त करना. ഹിന്ദി സാഹിത്യത്തിലെ ഇതിഹാസത്തിലെ ആ കാലഘട്ടത്തിലെ പ്രമുഖമായ പരിതസ്ഥിതികളെ കുറിച്ച് പരിചയപ്പെടുക എന്നതും രണ്ടാമത്തെ പ്രാചീന और മധ്യകാലീൻ ഹിന്ദി സാഹിത്യത്തിലെ മുഖ്യ വിശേഷതയും സമझना. പ്രാചീനവും മധ്യകാലീനവുമായ ഹിന്ദി സാഹിത്യത്തിലെ വിശേഷതകൾ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കുക എന്നതും കൂടാതെ ആദ്യകാലീൻ പരിതസ്ഥിതിയോ के बारे में समझना. ആദ്യകാലത്തിലെ പരിതസ്ഥിതികൾ എന്തെല്ലാമായിരുന്നു, അതിലെ രാഷ്ട്രീയ വശങ്ങളും സാമൂഹിക വശങ്ങളും സാംസ്കാരിക വശങ്ങളും എന്തെല്ലാമായിരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കുക എന്നതാണ് ഈ പാഠഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പറയുന്നത് किसी भी काल के साहित्य इतिहास को समझने के लिए उसके परिस्थितियों का परिचय आवश्यक है. ഏത് കാലഘട്ടത്തെ സാഹിത്യത്തെ കുറിച്ച് പഠിക്കുമ്പോഴും ആ കാലഘട്ടത്തിലെ പരിതസ്ഥിതിയെ കുറിച്ച് പഠിക്കുക എന്നതാണ് അത്യാവശ്യമാണ്. ആ പരിതസ്ഥിതിയെ കുറിച്ച് പഠിച്ചാലേ നമുക്ക് ആ സാഹിത്യം മനസ്സിലാവുള്ളൂ. നമ്മൾ പറയൂലേ, ചില സാഹിത്യം ആ കാലഘട്ടത്തിന്റെ എന്താ പറയുക കണ്ണാടി പോലെയാണ്. ഒരു സിനിമ എടുക്കുകയാണെങ്കിലും ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ ആ കാലഘട്ടത്തെ നമ്മൾ അങ്ങനെ കാണുകയാണ് ആ സാഹിത്യത്തിലൂടെ. ഒരു നോവൽ വായിക്കുമ്പോൾ നമ്മൾ ആ കാലഘട്ടം ആ സാഹിത്യത്തിലൂടെ മനസ്സിലാക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് ഒരു സാഹിത്യം നമ്മൾ ആദ്യകാലത്തെ ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ കാലഘട്ടത്തിലെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ എല്ലാ വശങ്ങളെ കുറിച്ചുള്ള അറിവ് കൂടിയാണ് നമുക്ക് അന്നത്തെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അന്നത്തെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു, അന്നത്തെ സംസ്കാരം എന്തായിരുന്നു എന്ന് വേണ്ട എല്ലാ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവും നമുക്ക് അന്നത്തെ സാഹിത്യം തരുന്നു. ഇതിനാദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാമാജിക് പരിസ്ഥിതി. സാമാജിക് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ടുള്ള അതിന്റെ പരിതസ്ഥിതികൾ എന്തെല്ലാമായിരുന്നു നമുക്ക് നോക്കാം. राजनीतिक और धार्मिक परिस्थिति ने सामाजिक स्थिति को प्रभावित किया. രാജനീതികവും രാഷ്ട്രീയവും മതപരവുമായ പരിതസ്ഥിതികളാണ് അന്നത്തെ സാമൂഹികമായ പരിതസ്ഥിതിയെ പ്രഭാവനം ചെയ്തിരുന്നത്. അതിനെ അന്നത്തെ സാമൂഹിക സ്ഥിതി എന്ന് പറഞ്ഞാൽ അന്നത്തെ ധാർമ്മിക വശങ്ങളെയും രാഷ്ട്രീയ വശങ്ങളെയും ആണ് അന്നത്തെ സാമൂഹിക നീതിയെ നിയന്ത്രിച്ചിരുന്നത്. അന്നത്തെ സമൂഹത്തിന്റെ സ്ഥിതി ഇതിനോടൊക്കെ ബന്ധപ്പെട്ടതായിരുന്നു. जनता शासन और धर्म दोनों ओर से निराश्रय बन गई. ജനങ്ങള് അന്ന് ആരെ ഭരിച്ചിരുന്നത്? രാജാക്കന്മാരുടെ ഭരണകാലമായിരുന്നു അന്ന് അല്ലേ. ആ രാജാക്കന്മാരുടെ ഭരണവും കൂടാതെ മതപരമായ പണ്ഡിതന്മാരും ഈ മതവും രാജാക്കന്മാരുടെ ഭരണവും ഇത് രണ്ടും ജനങ്ങളെ കൈവെടിഞ്ഞു. അവർക്ക് ഒരു ആശ്രയം അവർ രണ്ടുപേരും കൊടുത്തില്ല. ഈ ജനങ്ങൾ എന്തെങ്കിലും ഒരു ആശ്രയിച്ച് രാജാവിൻ്റെ അടുത്ത് പോലത്തെ അവിടെയും നീതി ലഭിച്ചില്ല, മതപരമായി ചെന്നാൽ അവിടെയും അവർക്ക് നീതി ലഭിച്ചില്ല. അവർ ആരെ ആശ്രയിക്കണം എന്നറിയാതെ ആകെ കുഴഞ്ഞിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. വർണ്ണവ്യവസ്ഥ ജാതി ഭേദമേ ബദൽ ഗയി. അന്ന് ജാതി മതഭേദ വ്യത്യാസങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ഉന്നത കുലജാതിക്കാരനെന്നും താഴ്ന്ന കുലജാതിക്കാരനും എന്നുള്ള ഭേദം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. आचार विचार और स्थान में अंतर होने से एक ही वर्ण की असंख्य उपजातियों भी हो गई है. കൂടാതെ ഓരോ ജാതികളിലും അവർ ആചരിക്കുന്ന ആചാരത്തെയും ഉപചാരങ്ങളെയും അടിസ്ഥാനമാക്കി അതിൽ തന്നെ പല കുലങ്ങൾ
ജാതി വ്യവസ്ഥകളും ഉണ്ടായിരുന്നു. ചുവാചൂത് കെ നിയം കഠോർ ഹോ ഗയെ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയിട്ടുള്ള അനാചാരങ്ങൾ അന്ന് വളരെയധികം കഠിനമായിട്ട് ഉണ്ടായിരുന്നു. ऐसे माना गया था कि उच्च वर्ग के लोग भोग करने के लिए थे और निम्न वर्ग के लोग श्रम करने के लिए पैदा हुआ थे. അന്നത്തെ ആളുകളുടെ ചിന്താഗതി എന്തായിരുന്നു? ഉയർന്ന കുലജാതരായ ജനങ്ങൾ എന്തിനു വേണ്ടി? സുഖിക്കാൻ വേണ്ടി, സുഖലോലുപരായി ജീവിക്കാൻ വേണ്ടിയുള്ളവരായിരുന്നു അവർ. പാവപ്പെട്ടവരതിനു വേണ്ടി കഠിനമായി പരിശ്രമിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എന്നായിരുന്നു അന്നത്തെ ജനങ്ങളുടെയും ഭരിക്കുന്നവരുടെയും വിശ്വാസം. नारी केवल भोग क्रम विक्रय एवं उपकरण की वस्तु मानी गई. സ്ത്രീകളെ വെറും ഭോഗവസ്തുക്കളായി മാത്രമാണ് അന്നത്തെ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ കണ്ടിരുന്നത്. അവർക്ക് യാതൊരു പ്രാധാന്യവും, അവരുടെ അഭിപ്രായങ്ങൾക്കോ അവരുടെ പ്രവൃത്തികൾക്കോ യാതൊരു പ്രാധാന്യവും അന്നത്തെ ഭരണമോ ധർമ്മഗ്രന്ഥങ്ങളോ നൽകിയിരുന്നില്ല. സാമാന്യ ജനകി ശിക്ഷ के लिए कोई व्यवस्था नहीं थी. സാധാരണ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി യാതൊരു സമ്പ്രദായങ്ങളും അന്നത്തെ കാരണം വിദ്യാഭ്യാസം നേടുക എന്നത് ഉന്നത കുലജാതരായ ബ്രാഹ്മണർ, ക്ഷത്രിയർ തുടങ്ങിയ ഉന്നത കുലജാതിക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് വിദ്യാഭ്യാസം. സാധാരണ ജനങ്ങൾക്ക് അത് പാടില്ല എന്നായിരുന്നു അന്നത്തെ കാലത്തെ ചിന്ത. സതി പ്രഥാപി പ്രചലിത്ത്. കൂടാതെ ഒരു ദുരാചാരമായിരുന്ന സതി. എന്താണ് സതി? ഭർത്താവ് മരിച്ചാൽ കൂടെ ചിതയിൽ ചാടി മരിക്കുക എന്ന സമ്പ്രദായമാണ് സതി. ഈ സമ്പ്രദായം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആദികാൽ. സാധാരണ ജനത അന്ധവിശ്വാസ് കെ ജാൽ മേ ഫാൻസി ഹുയി थी. സാധാരണ ജനങ്ങളെ ഈ ധർമ്മത്തിൽ ഭരിച്ചിരുന്ന വലിയ പണ്ഡിതന്മാർ എന്ത് ചെയ്തു? അവരുടെ മിഥ്യാബോധവും അനാചാരങ്ങളും അവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒരു മായാജാല വലയത്തിലായിരുന്നു അന്നത്തെ ജനങ്ങൾ ജീവിച്ചിരുന്നത്. उस समय स्वयंवर प्रथा का भी विशेष रूप में प्रचार था. കൂടാതെ അന്നത്തെ കാലത്തെ വിവാഹങ്ങൾ എങ്ങനെയായിരുന്നു? സ്വയംവരങ്ങളിലൂടെ ആയിരുന്നു. അന്നത്തെ എന്താണ് സ്വയംവരം? ഇഷ്ടമൊക്കെ ഒരുപാട് പേരുകൾ നിരന്നു നിൽക്കും. അതിൽ നിന്ന് അനുയോജ്യമായ ഒരാളെ, അതും സാധാരണക്കാർക്കല്ലോ, ഉയർന്ന കുലജാതിക്കാർക്കായിരുന്നു അതിനുള്ള അനുവാദവും ലഭിച്ചിരുന്നത്. इस पवित्र धार्मिक कृत्य के समय कभी कभी खून की नदियां भी बहाया करती थी. ഈ പവിത്രമായ ധാർമ്മിക ആ യുഗത്തിൽ പോലും പലപ്പോഴായിട്ടും ചോരപ്പുഴകൾ പല കാരണത്തിനായിട്ട് ഒഴുകിയിരുന്നു. യുദ്ധങ്ങളായിക്കോട്ടെ, വംശഭേദങ്ങൾക്കെതിരെയുള്ള നരഹത്യകളായിക്കോട്ടെ, പലതരത്തിലും ചോരപ്പുഴ ഒഴുകിയിരുന്നു. രാജാക്കോ ബഹുവിവാഹ കർണേകി രീതി കായം ധി. രാജാവിനാണെങ്കിലോ ബൃഹുഭാരത്വം, ഒന്നിലധികം ഭാര്യമാരെ വിവാഹം കഴിക്കാനുള്ള ഒരു എന്താ പറയുക, അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അനേകം ഭാര്യമാർ ഓരോ രാജാക്കന്മാർക്കും ഉണ്ടായിരുന്നു. അന്തപുർ സുന്ദർ യുവതിയോക ബാസാർ ബൻ ഗയാ था. അവരുടെ രാജാക്കന്മാരുടെ അന്തപുരങ്ങളെല്ലാം അതിമനോഹരമായ സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. കൂടാതെ ഹിന്ദു एक बार विधर्मी या म्लेच्छ हो गए तो उन्हें फिर हिंदू बनना कठिन लगता था. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്തെങ്കിലും ഒരു മോശമായ കാര്യം ചെയ്തിരുന്നുവെങ്കിൽ അവരെ ആ മതവിഭാഗത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. വീണ്ടും അവർ ഹിന്ദു ആവുക എന്നത് വളരെ കഠിനമായ ഒരു കാര്യമായിരുന്നു. ഇസ് പ്രകാർ ഹിന്ദുവോ की ശക്തി ക്ഷീൺ होने लगी. ഇങ്ങനെ പലതരത്തിലുള്ള സാമൂഹികമായ പ്രശ്നങ്ങൾ കാരണം ഹിന്ദുക്കളുടെ അവസ്ഥ വളരെയധികം ദുർബലപ്പെട്ടുകൊണ്ടിരുന്നു. इस प्रकार सामाजिक परिस्थिति भी विक्षिप्त, अशांतिपूर्ण और अव्यवस्थित हो गई थी. അങ്ങനെ ആ കാലഘട്ടത്തിലെ സാമൂഹ്യ ജീവിതം ഒട്ടും ശാന്തമായിരുന്നില്ല. കൂടാതെ അവ്യവസ്ഥിത, യാതൊരു വ്യവസ്ഥയ്ക്കും അടിസ്ഥാനപരമായിട്ടുള്ളതായിരുന്നില്ല. ആ കാലഘട്ടത്തിലെ സാമൂഹികമായിട്ടുള്ള ജീവിത രീതികൾ എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു സാമൂഹിക സ്ഥിതിയാണ് ആദ്യകാലത്ത് കാണുമ്പോൾ. നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ രാജാക്കന്മാരുടെ വർണ്ണനയും യുദ്ധവർണ്ണനകളൊക്കെ നല്ല രസമായിരിക്കും കാണാനും കേൾക്കാനൊക്കെ. പക്ഷെ സാധാരണ ജനങ്ങളുടെ സാമൂഹികപരമായ ജീവിതം വളരെ മോശപ്പെട്ടതായിരുന്നു ആ കാലഘട്ടത്തിൽ. രണ്ടാമത് നോക്കുകയാണെങ്കിൽ രാജനീതിക് പരിസ്ഥിതി. രാജനീതിക് പരിസ്ഥിതി എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പരിസ്ഥിതി. ഭരണകരമായ അന്നെന്തായിരുന്നു രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ? രാജ്യഭരണമായിരുന്നു. രാജാവ് കാര്യങ്ങൾ തീരുമാനിക്കുന്നു, നിയമങ്ങൾ നടപ്പിലാക്കുന്നു, ജനങ്ങൾ അത് അനുസരിക്കുന്ന വെറും പാവകൾ മാത്രമായിരുന്നു. ജനങ്ങൾക്ക് രാഷ്ട്രീയ കാര്യങ്ങളിൽ യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. രാജാവ് എന്ത് നിയമം പാസ്സാക്കുന്നു അത് ഒന്നും മിണ്ടാതെ അനുസരിക്കുക എന്നത് മാത്രമായിരുന്നു ജനങ്ങളുടെ കാര്യം. അന്നത്തെ കാലത്ത് ഭാരതീയ ഇതിഹാസ യുഗ
अव्यवस्था और पराजय का युग कहा जाता है. ഭാരതീയ ഇതിഹാസത്തിന്റെ ദൃഷ്ടികളിലൂടെ നോക്കുകയാണെങ്കിൽ ആ കാലത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട രാഷ്ട്രീയമായിരുന്നു. ഒരു വ്യവസ്ഥാടിസ്ഥാനമായ ശാസ്ത്രീയപരമായ ഒരു രാഷ്ട്രീയ ജീവിതമായിരുന്നില്ല, രാഷ്ട്രീയ കാലഘട്ടമായിരുന്നില്ല अन्न ഉണ്ടായിരുന്നത്. विदेशी आक्रमणों, आपसी फूट और पारस्परिक विद्वेष के कारण देश खोखला होता जा रहा था. കൂടാതെ ഈ ചെറു രാജ്യങ്ങളാണെന്ന് അന്നുണ്ടായിരുന്നത്, ചെറിയ രാജ്യങ്ങൾ. ഈ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഉണ്ടായിരുന്ന യുദ്ധങ്ങൾ, കൂടാതെ വിദേശികളുടെ ആക്രമണങ്ങൾ, ഇതൊക്കെ കാരണം കൊണ്ട് തന്നെ എപ്പോഴും രാഷ്ട്രീയപരമായിട്ട് ഒരു അശാന്തി നിറഞ്ഞ ഒരു സമൂഹമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. सम्राट हर्षवर्धन के निधन के पश्चात उत्तर भारत में केंद्रीय शक्ति का ह्रास हो गया था. സാമ്രാജ്യ ഹർഷവർദ്ധന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി രാഷ്ട്രീയപരമായിട്ട് കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. ആ ഹർഷവർദ്ധന്റെ മരണത്തിന് ശേഷം സമൂഹത്തിന്റെ രാഷ്ട്രീയ സ്ഥിതി എന്നത് വീണ്ടും വളരെയധികം മോശപ്പെട്ട നിലയിലായിരുന്നു. देश की एकता को बनाए रखने के लिए जिस शक्ति की जरूरत थी वह छिन्न भिन्न हो गई थी. രാഷ്ട്രത്തിന്റെ ഏകത നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ശക്തിയുടെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു രാഷ്ട്രീയമായിട്ട് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ശക്തി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഉസ് സമയം ഹോനെ വാലി ലഡായിയോं को कई कारण थे. ഈ പല സമരങ്ങളും പല പ്രശ്നങ്ങൾക്കും കാരണമായി അന്നത്തെ രാഷ്ട്രീയ സ്ഥിതി ഛിന്ന ഭിന്നമായി മാറുകയാണ് ഉണ്ടായത്. അന്നത്തെ സമരങ്ങൾക്ക് ഉണ്ടായിരുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പിനെ രാജിക വിസ്താർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഒരു യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്നത്? അപ്പിനെ രാജിക ചെറിയ രാജ്യങ്ങൾ അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടുന്നതിന് വേണ്ടി മറ്റ് തൊട്ട അയൽപ്പക്കത്തുള്ള രാജ്യങ്ങളുമായിട്ട് യുദ്ധങ്ങളിൽ ഏർപ്പെട്ടു. രണ്ടാമത് ശൗര്യ പ്രദർശനത്തിലെ യുദ്ധം. രണ്ടാമത് എന്താണ്? രാജാക്കന്മാരുടെ ശൗര്യവും ധീരതയും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമതായിട്ട് അവർ യുദ്ധങ്ങൾ നടത്തിയത്. ഒരു കാരണവുമില്ല, ഞങ്ങളുടെ സൈനിക ബലം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം അവർ യുദ്ധങ്ങൾ നടത്തി. മൂന്നാമതായിട്ട് ഹിന്ദു രാജാവുക്ക് വിവാഹ സംബന്ധിത ലോകവൃത്തി. ഇതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? അയൽ രാജ്യത്ത് സുന്ദരിയായ ഒരു രാജകുമാരി ഉണ്ട് എങ്കിൽ ആ രാജകുമാരിയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടും രാജാക്കന്മാർ യുദ്ധം ചെയ്തു. മൂന്നാമതോ ആക്രമണോക്ക സാമനം. മൂന്നാമതായിട്ടുള്ള ഏതെങ്കിലും മറ്റു രാജ്യങ്ങൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ അതിനു വേണ്ടിയിട്ടും യുദ്ധങ്ങൾ നടന്നു. इसलिए देश के अंदर अशांति और अनैक्य फैल गए थे. അങ്ങനെ രാജ്യത്ത് അശാന്തിയും അനൈക്യവും ഒരു ഐക്യമില്ലായ്മയും രാജ്യത്ത് മുഴുവൻ വ്യാപിച്ചു. इसी समय देश पर बाहर से मुसलमानों का आक्रमण हुआ. ഈ സമയത്ത് ഈ ഹിന്ദുക്കൾക്കിടയിൽ തന്നെ യാതൊരു ഐക്യവും ഇല്ലാതെ വന്നപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു? മറ്റു മുഗൾ രാജാക്കന്മാർ അഥവാ മുസ്ലിം രാജ്യങ്ങൾ വന്ന് ഭാരതത്തെ ആക്രമിക്കുക ഉണ്ടായി. 711 तक മുഹമ്മദ് ഖാസിം ने സിന്ധ് और ആക്രമण किया. 710 മുതൽ 711 വരെ AD ആണ് കേട്ടോ. ആ കാലഘട്ടത്തിൽ മുഹമ്മദ് ഖാസിം എന്ന് പറയുന്ന സിന്ധിനെ ആക്രമിച്ചു. നവീൻ ശതാബ്ദി തക്ക് അറബ് സിന്ധ് തക്ക് ഹി സീമിത് രഹേ थे. അന്ന് അറബ് രാജ്യങ്ങൾ സിന്ധ് നദീതലം വരെ വ്യാപിച്ച് കിടന്നിരുന്നു. 10वीं शताब्दी में मोहम्मद गजनी ने गजनी पर अपना अधिकार स्थापित किया. 10ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ഗസനിയിൽ അദ്ദേഹത്തിന്റെ അധികാരം സ്ഥാപിച്ചു. एक और बाहर से मुसलमान आक्रमण हो रहा था और दूसरे और अंदर से राज्य विस्तार के लिए लड़ाई हो गई. അന്നത്തെ അവസ്ഥ എന്തായിരുന്നു? രാഷ്ട്രീയ അവസ്ഥ, ഒരു ഭാഗത്ത് വിദേശികളായ മുസ്ലിങ്ങൾ അവരുടെ രാജ്യം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹിന്ദു രാജ്യങ്ങളെ ആക്രമിച്ചിരുന്നു. കൂടാതെ രാജ്യത്തിനകത്ത് എങ്ങനെയായിരുന്നു? തങ്ങളുടെ രാജ്യവിസ്തൃതി കൂട്ടുന്നതിന് വേണ്ടിയിട്ടും രാജ്യങ്ങൾ പരസ്പരം ആക്രമണം ചെയ്തുകൊണ്ടേയിരുന്നു. ഇതായിരുന്നു അന്നത്തെ രാഷ്ട്രീയ അവസ്ഥ. शुभ अवसर पाकर मोहम्मद गोरी ने भारत पर अपना अधिकार स्थापित करने का निश्चय किया. ഈ മുഹമ്മദ് ഗോരി എന്ന് പറയുന്ന മുസ്ലിം രാജാവ് തനിക്ക് തക്കതായ അവസരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു ഭാരതത്തെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ സമയത്താണ് പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു ഹിന്ദു രാജാവ് നമ്മുടെ ഭാരതം ഭരിച്ചിരുന്നത്. ഈ സമയത്ത് ഗോരിക്ക് ബീച്ച് ഈ പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോരിയും തമ്മിലുള്ള യുദ്ധങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരുന്നു. ഗനൗജ് के
राजा जयचंद्र की सहायता से गौरी ने चौहान का पराजय किया. ഖനൗജിലെ രാജാവായ ജയചന്ദ്രന്റെ സഹായം തേടിക്കൊണ്ട് നേരിട്ട് അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ മുഹമ്മദ് ഗോരിക്ക് സാധിച്ചില്ല. അദ്ദേഹം ഭാരതത്തിലെ മറ്റൊരു രാജാവായ ഖനൗജിലെ രാജാവായ ജയചന്ദ്രന്റെ സഹായത്തോടു കൂടി ആരെ പരാജയപ്പെടുത്തി? പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി. ഉസ്കി മൃത്യുവിന്റെ ബാദ് ഉത്തർ ഭാരത് മുഗൾ സുൽത്താന്റെ അധീൻ ബനെ. അദ്ദേഹത്തിന്റെ പൃഥ്വിരാജ് ചൗഹാന്റെ മൃത്യുവിന് ശേഷമാണ് നമ്മുടെ ഭാരതം മുസൽമാൻ അധികാരത്തിലേക്ക്, മുഗളന്മാരുടെ കൈകളിലേക്ക് എത്തുന്നത്. ഈ പൃഥ്വിരാജ് ചൗഹാനെ കുറിച്ചുള്ള ആദ്യകാലത്തിലെ ചന്ദബർദായി എഴുതിയ ഗ്രന്ഥമാണ് പൃഥ്വിരാജ് രാസോ. അദ്ദേഹത്തിന്റെ കഥയാണ് അതിൽ പറയുന്നത്. ആദ്യകാലത്തിലെ ഏറ്റവും നമ്മുടെ ഹിന്ദിയിലെ ആദ്യത്തെ മഹാകാവ്യം എന്ന് പറയുന്നത് പൃഥ്വിരാജ് രാസോയാണ്. സംക്ഷേപമേ കഹ സക്തേ ഹൈ. ഇതിലെ രാഷ്ട്രീയപരമായ കാര്യത്തിൽ മൊത്തത്തിൽ സംക്ഷേപത്തിൽ പറയുകയാണെങ്കിൽ 8वीं से 15वीं सदी तक से भारतीय इतिहास की राजनीतिक परिस्थिति हिंदू सत्ता के क्षय होने की और मुसलमान सत्ता के उदय होने की कहानी है. നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യകാലത്തിൽ വരുന്ന ആ ഒരു രാഷ്ട്രീയ കാലഘട്ടം 8ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള ആ കാലഘട്ടം എന്ന് പറയുന്നത് ഹിന്ദു രാജഭരണത്തിന്റെ ക്ഷയവും മുസൽമാൻ രാജഭരണത്തിന്റെ ഉദയത്തിന്റെയും കാലഘട്ടമാണ് എന്നാണ് പറയുന്നത്. നമ്മൾ 1050 മുതൽ 1375 വരെയുള്ള കാലഘട്ടത്തെയാണല്ലോ ആദ്യകാലം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തെയാണ് പറയുന്നത് ഹിന്ദു ഭരണ രാജാക്കന്മാരുടെ ക്ഷയവും മുസൽമാൻ രാജകാലത്തിന്റെ ഉദയത്തിന്റെയും കാലഘട്ടമായിരുന്നു അത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സാംസ്കൃതിക് പരിസ്ഥിതിയാണ്. സാംസ്കാരികമായിട്ടുള്ള പരിസ്ഥിതികൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. वैदिक और पौराणिक धर्म के विविध रूपों के साथ साथ बौद्ध धर्म और जैन धर्म भी अपने वास्तविक आदर्शों और सिद्धांतों में से दूर हट गए. വൈദിക ഒരു പൗരാണിക ധർമ്മം നമ്മുടെ സംസ്കൃതത്തെ രണ്ടായി തന്നെ വൈദിക സംസ്കൃതവും ലൗകിക സംസ്കൃതവും. ഇതിലെ വൈദിക സംസ്കൃതത്തിൽ നിന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഋഗ്വേദം തുടങ്ങിയ വേദഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ലൗകിക സംസ്കൃതത്തിലാണ് രാമായണം, മഹാഭാരതം തുടങ്ങിയിട്ടുള്ള ഹിന്ദു പുരാണ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത്. ഇതുകൂടാതെ പൗരാണിക ധർമ്മങ്ങളിലെ വിവിധ രൂപങ്ങളും സാത്ത് വേറെന്തൊക്കെ ഈ ഹിന്ദു മതധർമ്മങ്ങൾ മാത്രമല്ലാതെ ബൗദ്ധധർമ്മങ്ങളും ജൈന ധർമ്മങ്ങളും എല്ലാം ഏത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു? ആദി കാലഘട്ടത്തിൽ. നമ്മൾ ആദികാൽ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ധാരാളം ഉണ്ടായിരുന്നു. ഹിന്ദു മതം മാത്രമല്ലായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ബൗദ്ധന്മാരും ജൈനന്മാരും തുടങ്ങിയ അവരുടെ മതങ്ങളും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ഈ ബൗദ്ധന്മാരും ജൈനന്മാരും ഒക്കെ നമ്മൾ പറഞ്ഞു ഇവരുടെ ഈ ഗ്രന്ഥങ്ങളോ ഇവരിലുള്ള കവികളെ ഒന്നും ആചാര്യ രാമചന്ദ്ര ശുക്ല നമ്മുടെ കാലഭാജത്തിൽ ഉൾപ്പെടുത്തില്ല. പക്ഷെ മിശ്ര ബന്ധുക്കളും രാംകുമാർ വർമ്മയൊക്കെ സന്ധികാല എന്ന പേരിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. बौद्ध धर्म से महायान और सहजयान जैसी परंपरा का उदय हुआ है. ഈ ബൗദ്ധധർമ്മത്തിൽ രണ്ട് ശാഖകൾ ഉണ്ടായിരുന്നു. മഹായാൻ, സഹജയാൻ എന്നൊക്കെ പറയുന്ന രണ്ട് ശാഖകൾ ബൗദ്ധധർമ്മത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. इन समुदायों से अलौकिक शक्ति की प्राप्ति और उनका प्रदर्शन की सिद्धि समझ गई है. ഈ സമുദായങ്ങളിൽ നിന്നും അലൗകികമായ ശക്തി നമുക്ക് ഈ ധർമ്മങ്ങളുടെ അനുഷ്ഠാനത്തിലൂടെ ഈശ്വരനിലേക്കുള്ള പ്രാപ്തി ലഭിക്കുമെന്ന് അവർ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. അവരെ ധർമ്മത്തെ ഒരു പ്രചരണ വസ്തുവായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അവരുടെ ബൗദ്ധധർമ്മത്തിലേക്ക് ആളുകളെ കൂട്ടുക, ജൈനധർമ്മത്തിലേക്ക് ആളുകളെ കൂട്ടുക എന്നുള്ളൊരു പ്രചരണമായിട്ടാണ് അവർ അന്ന് ആ ധർമ്മത്തെ, മതപരമായ കാര്യങ്ങളെ കണ്ടിരുന്നത്. धर्म के नाम पर चमत्कार प्रदर्शन के द्वारा निरीह जनसमुदाय को वंचित करने की प्रवृत्ति बढ़ी. ഇതുപോലെ തങ്ങളുടെ മതത്തിലേക്ക് ആളുകളെ ചേർക്കുക എന്നൊരു ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് മതപ്രചരണം നടത്തുന്നതിലൂടെ ഒരു നിരീഹ ജനസമൂഹം, ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നൊരു പ്രവൃത്തി അവിടെ നടന്നുകൊണ്ടിരുന്നത്. മതപരമായ കാര്യങ്ങളിലൂടെ ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ വഞ്ചിതരാവുകയാണ് ആ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നത്. इस प्रकार देश के नैतिक स्तर गिरा और इंद्रिय लोलुपता की प्रवृत्ति जाग उठी. ഇതിലൂടെ എന്താ ഉണ്ടായത്? അവസാനം ഈ ഒരു ഇത്രയും രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ധാർമ്മിക പ്രശ്നങ്ങൾ, എന്തൊക്കെ ധാർമ്മിക പ്രശ്നങ്ങളാണ്? മതപരമായിട്ടുള്ള ഉച്ചനീച ഭേദങ്ങൾ ഉണ്ടായിരുന്നു, പല പല ധർമ്മങ്ങൾ ഉണ്ടായിരുന്നു, അതിലേക്ക് ആളുകളെ ചേർക്കുന്ന പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരുന്നു.
ഹിന്ദു രാജാക്കന്മാരുടെ ക്ഷയം ഉണ്ടായിരുന്നു, മുഗൾ രാജാക്കന്മാർ മുസ്ലിങ്ങളായ രാജാക്കന്മാരുടെ ആഗമനവും ഇതെല്ലാം കൂടി ചേർത്തിട്ട് എന്തായി, അന്നത്തെ ഭൗതികമായി ധാർമ്മികമായിട്ടുള്ള പരിതസ്ഥിതി വളരെ ക്ലേശകരമായിരുന്നു. ഈ പ്രകാരം രാജ്യത്തിന്റെ നൈതികമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെ ഇല്ലാതാവുകയും ഇന്ദ്രിയലോലുപത, അതായത് സുഖഭോഗങ്ങളിലേക്ക് സാധാരണക്കാരായ ജനങ്ങളെ തള്ളിവിടുകയുമാണ് അന്നത്തെ ധാർമ്മിക സമൂഹം ചെയ്തത്. ഇന്ന് നമ്മൾ ഈ ഒരു പാഠത്തിലൂടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് ധർമ്മക്കെ നമ്പർ അധർമ്മക പ്രഭ, ധർമ്മത്തിന്റെ പേരും പറഞ്ഞ് അധർമ്മത്തിലേക്കാണ് ജനങ്ങളെ അധർമ്മത്തിലേക്ക് പോവാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ആദ്യകാലത്തെ ഒരു മുഖ്യ പ്രവൃത്തി. പിന്നെ അശാന്തിപൂർണ്ണ പരിസ്ഥിതി, ഏതൊരു വശം സാംസ്കാരികവും സാമൂഹികവും മതപരവുമായ ഏത് വശങ്ങൾ എടുത്താലും അശാന്തിപൂർണമായൊരു പരിതസ്ഥിതിയാണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. യുദ്ധം കാ സജീവ് വർണ്ണൻ, യുദ്ധങ്ങളായിരുന്നു. എവിടെ നോക്കിയാലും സമൂഹത്തിൽ നോക്കിയാലും എവിടെ നോക്കിയാലും യുദ്ധങ്ങളായിരുന്നു. രചനകളിലും യുദ്ധം, പല കാരണത്തിലുള്ള യുദ്ധങ്ങളായിരുന്നു സാധാരണ ജനങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരുന്നത്. അവലോകൻ, ഇതിന് മൊത്തത്തിൽ എന്താണ് ഈ പാഠത്തിന്റെ ഒരു കണ്ടന്റ് എന്ന് നമുക്ക് നോക്കാം. നാരി കേവൽ ഭോഗവിലാസി വസ്തു മാനി ഗൈതി, സ്ത്രീകൾ വെറും ഭോഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വസ്തുക്കൾ മാത്രമായിട്ടാണ് അന്നത്തെ കാലഘട്ടം കണ്ടിരുന്നത്. ആദ്യകാലത്തെ പരിസ്ഥിതിയാം അശാന്തി പൂർണ്ണ ഔർ അവ്യവസ്ഥിതി, ആദ്യകാലത്തിലെ പരിസ്ഥിതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അശാന്തിപൂർണവും യാതൊരു വ്യവസ്ഥകൾക്ക് അടിസ്ഥാനപരവും ആയിരുന്നില്ല. हिंदू सत्ता के धीरे क्षय होने की और इस्लाम सत्ता के उदय होने की प्रवृत्ति देख सकता है. മെല്ലെ മെല്ലെ ഹിന്ദു എന്ന് പറയുന്ന ആ സമൂഹം നശിക്കുകയും മുസ്ലിം എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ ഉദയം ഉണ്ടാവുകയും ചെയ്ത ഒരു സമയമായിരുന്നു ആദികാൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മെയിനായിട്ടും പഠിക്കേണ്ട ആദ്യകാലത്തെ സവിശേഷതകൾ ചോദിക്കും. സാംസ്കാരിക വശത്തെക്കുറിച്ച് എഴുതാൻ വരാം, ധാർമ്മിക വശത്തെക്കുറിച്ച് എഴുതാൻ വരാം, സാമൂഹികമായ വശത്തെക്കുറിച്ച് എഴുതാൻ വരാം. അപ്പം നമ്മൾ ഈ ഒരു പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലെസണിൽ നിന്നും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടും വലിയ എസ് ആയിട്ടും ഒക്കെ ധാരാളം ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായി പഠിക്കുക, നന്നായി വായിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.